പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. അതായത് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ആളായിരിക്കാം. എല്ലാ ദിവസവും ഒരു സംഭവം ഞാൻ മലയാളം ചെല്ലുന്നുണ്ടായിരിക്കും. ഞാൻ പള്ളി പാട്ട് പാടുന്ന ആളായിരിക്കും. പള്ളിയിൽ ഇങ്ങനെ എല്ലാ ദിവസവും നമ്മൾ കുർബാനയ്ക്ക് പാട്ട് പാടുന്ന ആളായിരിക്കും. ഞാനിങ്ങനെ ആക്റ്റീവായിട്ട് ഇങ്ങനെ ചില മിനിസ്ട്രികളിൽ ഇൻവോൾവ് ആയിരിക്കും, പ്രാർത്ഥന ഇൻവോൾവ് ആയിരിക്കും. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഈ ഒരു പള്ളിയിൽ ഇങ്ങനെ പാട്ട് പാടുന്ന ആളെടുക്കുക. പള്ളി പാട്ട് പാടുന്ന സമയത്ത് ആക്ച്വലി കുറേയൊക്കെ കഴിയുമ്പോഴേ ഇങ്ങനെ പാട്ട് പാടി കുറേ കാലം കഴിയുമ്പോഴേക്കും ഒരു കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ പാട്ടിലങ്ങ് ഫോക്കസ് ചെയ്യും. പാട്ടിൽ ഫോക്കസ് ചെയ്യും. നല്ല പാട്ട് പാടണം, നല്ല പാട്ട് പാടണം, ആൾക്കാരെ അങ്ങോട്ട് ഇമ്പ്രസ് ചെയ്യണം എന്നൊരു സാധനത്തിന് നമ്മുടെ ഫോക്കസ് അങ്ങ് വരും. അങ്ങനെ നല്ല പാട്ടുകൾ തിരഞ്ഞെടുക്കുക. ചില കുർബാനയേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സാധനം നല്ല പാട്ട് പാടണം. നമ്മൾ ആ കുർബാന സ്വീകരണ സമയത്ത് വെയിറ്റ് ചെയ്യുമായിരിക്കും നമ്മൾ നല്ല പാട്ട് പാടാൻ വേണ്ടി. അപ്പം ഇങ്ങനെ നമ്മുടെ ഫോക്കസ് അങ്ങ് മാറുകയും പാട്ടിലേക്ക് അങ്ങ് ഫോക്കസ് പോകും. പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് കുറേ കഴിയുമ്പോഴേക്കും കുറേ ജപമാലയിൽ കൂട്ടണം, ആ ഒരു ഫോക്കസിലേക്ക് അങ്ങ് പോകും. അപ്പോൾ ഫോക്കസ് മാറും. അതായത് ഈശോയിൽ നിന്ന് ഫോക്കസ് മാറിയിട്ട് പ്രാർത്ഥനയിലേക്ക് ഫോക്കസ് പോകും. ഈശോയിൽ നിന്ന് ഫോക്കസ് മാറിയിട്ട് പാട്ടിലേക്ക് ഫോക്കസ് പോകും. ആൾക്കാരെ ഇംപ്രസ് ചെയ്യുന്നതിലേക്ക് ഫോക്കസ് പോകും. ഈശോയിൽ നിന്ന് ഫോക്കസ് മാറിയിട്ട് ആ മിനിസ്ട്രിയിലേക്ക് അങ്ങ് ഫോക്കസ് പോകും. ഈശോയിൽ അങ്ങ് ഫോക്കസ് മാറും. അങ്ങനെയൊക്കെ നമ്മുടെ ഫോക്കസ് മാറുന്നുണ്ടോ? നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷനിലേക്ക് നമ്മുടെ ഫോക്കസ് മാറുന്നു. നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ, ഈശോയുടെ സാറ്റിസ്ഫാക്ഷൻ അല്ല, നമ്മുടെ സാറ്റിസ്ഫാക്ഷനിലേക്ക് ഫോക്കസ് മാറുന്നുണ്ടോ? അങ്ങനെ ഫോക്കസ് മാറുന്നത് അപകടമാണ്. മത്തായി 15 പറയുന്നുണ്ട്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. ഈ ജനം അധരം കൊണ്ട് ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. യോഹന്നാൻ 2:24 അവിടുന്ന് അവരെ വിശ്വസിച്ചില്ല. കാരണം മനുഷ്യനുള്ളത് എന്താണെന്ന് വ്യക്തമായി അവിടെ നിറഞ്ഞിരുന്നു. മനുഷ്യനുള്ള എന്താ വ്യക്തമായി അവിടെ നിറഞ്ഞിരുന്നു. നമ്മളിങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്തും ഈശോ എങ്ങനെ പറയുന്നുണ്ടോ? ഈശോ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നില്ല, കാരണം നിന്നിലുള്ളത് എന്താണെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. ഞാൻ 1:6 പറഞ്ഞ കാര്യമുണ്ട്. അവിടുന്ന് ഹൃദയ വിചാരങ്ങളെ അറിയുന്നവനും ഹൃദയത്തെ യഥാർത്ഥമായി നിരീക്ഷിക്കുന്നവനും നാവിൽ നിന്ന് ഉതിരുന്നത് കേൾക്കുന്നവനുമാണ്. ഈശോയെ ഞാൻ സാറ്റിസ്ഫാക്ഷൻ മാത്രമാണ് കാണുന്നത്. ആദ്യം ഭയങ്കര സ്നേഹത്തിൽ കണ്ടിരുന്നു, പിന്നെ സാറ്റിസ്ഫാക്ഷനിലേക്ക് ഇങ്ങനെ ഫോക്കസ് പോകുന്നുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ ഈശോ ഉണ്ടോ? എൻ്റെ ഹൃദയത്തിൽ ഈശോ അല്ലെങ്കിൽ ഈശോയുടെ അടുത്ത് ഇരിക്കണം. ഈശോയെ, എൻ്റെ ഫോക്കസ് മാറി പോകുന്നുണ്ട്. ഈശോയെ, ഞാൻ എൻ്റെ പാട്ടിലേക്കൊക്കെ ഫോക്കസ് ആയി പോവാ, എനിക്ക് നിന്നിലേക്ക് ഫോക്കസ് ചെയ്യാൻ പഠിപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഈശോയുടെ അടുത്ത് പോയിരുന്നിട്ടേ ഒന്ന് കുമ്പസാരിച്ചിട്ട് നമ്മുടെ എല്ലാ ഫോക്കസും ഈശോയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പ്രാർത്ഥനയുടെ ഫോക്കസ് ഈശോയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പാട്ടിൻ്റെ ഫോക്കസ് ഈശോയിലേക്ക് കൊണ്ടുവരാം. ഇത് കൊണ്ടുവരുമ്പോഴേക്കും നമ്മുടെ ലൈഫ് അങ്ങോട്ട് മാറും. ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ പാട്ട് പാടുന്നൊക്കെ സമയത്ത് ആ പാട്ട് ഇങ്ങനെ ഹൃദയത്തിൽ ഈശോയുടെ സ്നേഹത്തിൽ നിറഞ്ഞങ്ങ് പാടുവാണെങ്കിൽ കേൾക്കുന്ന ആൾക്കാർക്ക് അത് എന്തൊരു അഭിഷേകമായിട്ട് മാറും. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഫോക്കസ് ഈശോയിലേക്ക് ആവുകയാണെങ്കിൽ എൻ്റെ ഓരോ പ്രാർത്ഥനയുടെ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും അഭിഷേകമായിട്ട് മാറും. ഈ ഒരു ഫോക്കസ് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം കേട്ടോ. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എന്തോരം പ്രാർത്ഥിക്കാൻ പറ്റും ആ പ്രാർത്ഥനകൾ കമൻറ്റ് ചെയ്യുക. 100 ഹെയിൽ മേരീസ്, 50 ഹെയിൽ മേരീസ്. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈശോയിലേക്ക് ഫോക്കസ് വരണം. എല്ലാ ആൾക്കാരുടെ ഫോക്കസ് ഈശോയിലേക്ക് വരണം. ആ ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് ഇന്റർസെഷൻ കമൻറ്റ് ചെയ്യാം, ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഈശോയിലേക്ക് എല്ലാവരുടെ ഫോക്കസ് ഈശോയിലേക്ക് വരട്ടെ. ആമേൻ.